ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 30-31 തിരുവചനങ്ങൾ. അപ്പോൾ 2 പേർ മോശയും ഏലിയായും അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ മഹത്വത്തോടെ കാണപ്പെട്ടു. അടുത്തു തന്നെ ജെറുസലേമിൽ പൂർത്തിയാക്കേണ്ട അവൻ്റെ കടന്നു പോകലിനെക്കുറിച്ചാണ് അവർ സംസാരിച്ചത്. പരിശുദ്ധ തൃത്വ ഏകദൈവത്തിന് സ്തുതി. എങ്ങനെയായിരിക്കാം ആ മലയിൽ അപ്പോൾ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ 3 ശിഷ്യന്മാർക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശത്തിൽ നിൽക്കുന്ന തങ്ങളുടെ യേശുവിൻ്റെ സാമീപ്യത്തിൽ വന്നു നിൽക്കുന്ന 2 പേർ, അതിലൊരാൾ മോശയാണെന്നും മറ്റൊരാൾ ഏലിയാവാണെന്നും മനസ്സിലാക്കിയിട്ടുണ്ടാവുക? യേശുവിനും എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്നവരാണ് ഈ 2 പേരും. അപ്പോൾ പിന്നെ മുക്കുവരായ ഈ 3 പേരും എങ്ങനെ മോശയെയും ഏലിയാവിനെയും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുക? ന്യായമായ ഒരു സംശയം അല്ലേ? നാം വായിക്കുന്നുണ്ട്, അവർ തമ്മിൽ സംസാരിക്കുന്നത് ആ ശിഷ്യന്മാർ കേൾക്കുന്നുണ്ട് എന്നുള്ള കാര്യം. ദൈവമഹത്വത്തിൽ സ്വർഗത്തിൻ്റെ പ്രഭയിൽ കാണപ്പെട്ട ആ 3 പേരും അപ്പോൾ സംസാരിക്കുന്നത് യേശുവിനെ ജെറുസലേമിൽ പൂർത്തിയാക്കേണ്ട അവനിൽ പിതാവാം ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ഒരു ദൗത്യത്തെക്കുറിച്ചാണ്. യേശുവിൻ്റെ ഈ ഭൂമിയിൽ നിന്നുമുള്ള പുറപ്പാടിനെക്കുറിച്ച് ആ സംസാരം ആ 3 ശിഷ്യന്മാരും കേൾക്കുകയാണ്. നിയമത്തെ പ്രതിനിധീകരിക്കുന്ന മോശയും പ്രവാചകന്മാരെ പ്രതിനിധീകരിക്കുന്ന ഏലിയാവും പഴയ നിയമത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷയുമായിരുന്ന മെശിഹായുടെ ഈ ഭൂമിയിലേക്കുള്ള എഴുന്നള്ളിപ്പിൻ്റെയും വിടവാങ്ങലിൻ്റെയും, അങ്ങനെ നിയമങ്ങളും പ്രവചനങ്ങളും യേശുവിലൂടെ പൂർത്തീകരിച്ച് യേശു സ്ഥാപിക്കുന്ന ദൈവരാജ്യത്തിലേക്ക് നാം ഓരോരുത്തരെയും സാക്ഷാൽ പിതാവാം ദൈവം വിളിച്ചു ചേർക്കുന്ന സന്ദർഭം. ദൈവനിയമം ലഭിച്ച മോശ ഇസ്രായേലിനെ അടിമത്തത്തിൽ നിന്നും വിടുവിച്ച നേതാവ്. ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് മോശയിലൂടെ ലഭിച്ച 10 കൽപ്പനകളിലൂടെ മനസ്സിലാക്കുന്ന മനുഷ്യൻ. എന്നാൽ ആ നിയമമല്ല നമ്മെ രക്ഷിക്കുന്നത്, മറിച്ച് രക്ഷിതാവിൻ്റെ കുരിശും മരണവും ഉയിർപ്പുമാണ് എന്നത് നമ്മെ അറിയിക്കുന്ന മോശ. ദൈവവചനത്തെ ധൈര്യത്തോടെ സാക്ഷ്യം വഹിച്ച ഏലിയ പ്രവാചകൻ. പശ്ചാത്താപത്തിലേക്കും തിരിച്ചുവരവിലേക്കും നമ്മെ ധാരാളമായി വിളിച്ചവൻ. മശിഹായുടെ വരവ് മുൻകൂട്ടി അറിയിച്ച പ്രവാചക പരമ്പരകളുടെ പ്രതിനിധി. ആ ഏലിയ പ്രവാചകനും മറ്റ് പ്രവാചകന്മാരും പ്രതീക്ഷിച്ച മെശിഹായാണ് യേശു. അവൻ അനുഭവിക്കുവാൻ പോകുന്ന കഠിന വേദന, യേശു നേരിടുവാൻ പോകുന്ന അതിദുഃഖം, ആ ദുഃഖം, ആ വേദന ഒരു അപകടമല്ല, മറിച്ച് ദൈവത്തിൻ്റെ മുൻകൂട്ടി നിശ്ചയിച്ച രക്ഷാപദ്ധതിയാണ് എന്ന് പരസ്പരം സംസാരിക്കുന്ന സ്വർഗത്തിൽ നിന്നുമുള്ള 2 പ്രതിനിധികൾ. അതെ, നിയമങ്ങൾ നിശബ്ദമാകുന്ന, പ്രവാചകന്മാർ വഴിമാറുന്ന യേശു എന്ന ഏക രക്ഷകനിലേക്ക് നമ്മെ നയിക്കുന്ന ആ 3 പേരുടെ സംസാരത്തിന് സാക്ഷികളാകുവാൻ നമ്മെ ഓരോരുത്തരെയും റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ആ മലയിൽ അപ്പോൾ നിൽക്കുന്ന പത്രോസും യോഹന്നാനും യാക്കോബും. അവർ കേൾക്കുകയാണ് സ്വർഗത്തിൽ നിന്നുള്ള പിതാവാം ദൈവത്തിൻ്റെ സ്വരം. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ കേൾക്കുവിൻ എന്നത്. അന്ന് അവർ സംസാരിച്ച പ്രകാരം ജെറുസലേമിൽ പിന്നീട് നിറവേറിയ യേശുവിൻ്റെ പുറപ്പാട്, അന്ന് മോശയുടെ എക്സോഡസിലൂടെ ഇസ്രായേൽ ജനത്തെ മുഴുവൻ അടിമത്തത്തിൽ നിന്നും വിടുവിച്ചു എങ്കിൽ, ഇന്ന് യേശുവിൻ്റെ എക്സോഡസ് പുറപ്പാട് നാം ഓരോരുത്തരെയും, മനുഷ്യരാശിയെ മുഴുവനായും പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും വിടുവിക്കുന്ന പുറപ്പാടാകുന്നു. ആ പുറപ്പാടിൽ, ആ യാത്രയിൽ നമ്മുടെ ഏക രക്ഷിതാവിൻ്റെ പുറകിൽ നമുക്ക് ഓരോരുത്തർക്കും അണിചേരാം. നല്ലൊരു ദിവസം നേരുന്നു.